എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8/11/2025, അതായത് ഇന്ന് നടന്നിട്ടുള്ള 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ്. അപ്പോൾ PSC ഫൈനൽ ആൻസർ കീഴിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തവരും അറ്റൻഡ് ചെയ്യാത്തവരും എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. കാരണം അടുത്ത എക്സാമിനൊക്കെ ഇതിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ഓപ്ഷൻ ബി ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ ഡി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? ഓപ്ഷൻ ബി മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ A ജയതിലകാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ഡോക്ടർ V നാരായണൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കലാണ്. അതിൽ ഓപ്ഷൻ A ആണ് വരുന്നത്. അതിൽ ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാറാണെന്ന് കണക്ട് ചെയ്യാം, കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ ആണെന്ന് കണക്ട് ചെയ്താൽ തന്നെ ആൻസർ ആയി അല്ലേ. അപ്പോൾ ഓപ്ഷൻ A ആണ്. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ സി സജി ചെറിയാൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്പേട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി രാജസ്ഥാൻ. നെക്സ്റ്റ്, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം? ഓപ്ഷൻ എ 146. 13ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏത്? ഓപ്ഷൻ ഡി ആണ് സമ്പാദ് കൗമുദി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏത്? പരുത്തിയാണ് അല്ലേ റാബി വിള അല്ലാത്തത്. പുകയില, കടുക്, ഗോതമ്പൊക്കെ എന്താണ്? റാബി വിളകളാണ്. നെക്സ്റ്റ്, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? താജിക്കിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ്, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഷിപ്കിലയാണ് അല്ലേ, ഷിപ്കില ചുരമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഒന്നാമത്തെ, അതായത് കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ, കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് 1, 3 ആണ് ശരി വരുന്നത്. നെക്സ്റ്റ്, 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, 3 ആണ് ശരി വരുന്നത്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്ല മലനിരകളിലാണ്. അതുപോലെ ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അപ്പോൾ 1, 3 ആണ് ശരി വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? ഓപ്ഷൻ ബി സിഗ്ബ ആണ്. അടുത്തത്, ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. 21ാമത് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻ എ ആണ് 1951-52. 22ാമത് ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു ആണ് വരുന്നത്. അടുത്തത് 23ാമത്തത്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, അതുപോലെ മാപ്പിള ലഹള, പിന്നെ ലാസ്റ്റ് വൈക്കം സത്യാഗ്രഹം അല്ലേ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 4 ആണ് ശരിയല്ലേ. അതായത് 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അതേപോലെ 1969 ISRO രൂപീകരിച്ചു.
പിന്നെ ലാസ്റ്റ് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ ഇത് മൂന്നുമാണ് ശരി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 25ാമത് ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3 ശരി വരുന്നത്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. ഇതാണ് ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഏതാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 27ാമത് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ സി ആണ് വരുന്നത്. 3ഉം 4ഉം ആരൊക്കെയാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു ആണ് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് അല്ലേ. അടുത്തത് 28ാമത് ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരുടെയാണ്? ഓപ്ഷൻ സി ആണ്. DK കാർവെയുടെ നേതൃത്വത്തിലാണ് സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്തത്? മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. 29ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോറാണ് വരച്ചത്. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1878 ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. 51A വകുപ്പിലാണ് വരുന്നത്. 32ാമത്തത് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആലപിക്കുന്നത് അല്ലേ. 33ാമത്തെ ക്വസ്റ്റ്യൻ, അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ ബി 16ാം വകുപ്പ്. 34ാമത് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ് തെറ്റ്. അപ്പോൾ തെറ്റ് പറയണ്ട അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ശരി അങ്ങ് കേൾക്കാം. സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. പിന്നെയോ സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. പിന്നെയോ സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യൻ്റെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തെറ്റുള്ളത് ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ്. 35ാമത് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3, 4 ശരിയാണ്. ഏതൊക്കെയാണ്? 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. പിന്നെയോ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. 4ാമത്തേതാ വരുന്നത്? പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷൻ അധികാരമുണ്ട്. അപ്പോൾ 1, 3, 4 പ്രസ്താവനകൾ ശരിയാണല്ലേ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതി. 37ാമത് ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിക്കുന്നത്. ഏതാണ്? 1, 2, 3. അതായത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്തൊക്കെയാണ്? ഇന്ത്യൻ പ്രസിഡന്റ് 352ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിക്കപ്പെടുന്നുണ്ട്. പിന്നെയോ മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. പിന്നെ 3ാമത്തെ 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് 37ൻ്റെ ഉത്തരം വരുന്നത്. നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യൻ,
വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റ്. അപ്പോൾ ശരിയുള്ളത് നോക്കാലോ. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. പിന്നെയോ വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കുക എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 മാത്രമാണ് തെറ്റ് വരുന്നത്. അപ്പോൾ 39ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉം മാത്രമാണ് ശരി. ഏതൊക്കെയാണ് ശരി വരുന്നത്? 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. പിന്നെയോ നിലവിൽ ഭരണഘടനയുടെ 300 വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 24. ഓപ്ഷൻ സി ആണ് വരുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കായിക ദിനം. ഓപ്ഷൻ എ ആണ് ഒക്ടോബർ 13. 42ാമത്തത്, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ സി പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിതവനം. ഓപ്ഷൻ എ സൈലന്റ് വാലി. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. ഓപ്ഷൻ ഡി വി വിശ്വനാഥൻ. 45ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പമ്പ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ പെരിയാറാണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. നമ്മൾ കേൾക്കുമ്പോൾ എന്താണ്? ബന്ധമില്ലാത്തത് കേൾക്കണ്ട അല്ലേ? ബന്ധമുള്ളത് നമുക്ക് പറയാം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന പ്രഖ്യാപനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനം. ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഓപ്ഷൻ സി ആണ് തെറ്റ് വരുന്നത്. ഓക്കെ. 52ാമത്തെ ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 53ാമത് ക്വസ്റ്റ്യൻ, 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി വില്യം കീലിംഗ് ആണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 4 ആണ് വരുന്നത്. അതായത് എല്ലാം ശരി ഉത്തരങ്ങളാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതും നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്ത്. ഇതൊക്കെ എന്താണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ ബി ആണ് 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. 57ാമത് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? ഏതാണ്? 1936 ഇലക്ട്രിസിറ്റി സമരമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണ്? 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമലംഘന സമരം. 58ാമത് ക്വസ്റ്റ്യൻ, 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ്? കേളപ്പൻ. അപ്പോൾ നിവർത്തന പ്രക്ഷോഭമായിട്ട് കണക്റ്റഡ് ആരൊക്കെയാണ്? എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. നെക്സ്റ്റ് 59ാമത് ക്വസ്റ്റ്യൻ, ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഏതാണ്? ഓപ്ഷൻ സി വടകരയാണ്. 60ാമത് ക്വസ്റ്റ്യൻ, 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ടി പ്രകാശൻ. 61ാമത്, മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളാണ്. 62ാമത് ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച്
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ചെഴുതുക അല്ലേ. തെറ്റായത് നമുക്ക് വേണ്ട ഏതാണ്, ശരി ഏതൊക്കെയാണ് നോക്കാം. ലിംഫ് വ്യവസ്ഥ അല്ലേ. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. ലിംഫ് രക്തത്തിൽ നിന്നും രൂപം കൊള്ളുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. തെറ്റേതാണ്, ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. തെറ്റാണത്. 63ാമത് ക്വസ്റ്റ്യൻ, മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ഏതാണ്, മുകളിൽ കൊടുത്തവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. 64ാമത് ക്വസ്റ്റ്യൻ, പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര്? ഓപ്ഷൻ സി ആണ്, കഴുകനാണ് ഉത്തരം വരുന്നത്. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ ഡി IUCN ആണ്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ച് വേവിക്കണമെന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ഓപ്ഷൻ സി, വൈറ്റമിൻ സി ആണ്. 67ാമത്തത്, കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്, 1ഉം 2ഉം ആണ് ശരി വരുന്നത്. ഓപ്ഷൻ സി ആണ്. അതായത് തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, അതുപോലെ തന്നെ സുനാമിയെ തടയുന്നു. 68ാമത് ക്വസ്റ്റ്യൻ, കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? ഏതാണ് കാൽമുട്ടുകളിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ, വിജാഗിരി സന്ധിയാണ് വരുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി, കണ്ണൂരാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളല്ലാത്തവയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, കോളറ, ടൈഫോയിഡ്. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ക്ഷയം, COVID-19, വില്ലൻ ചുമ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഓപ്ഷൻ എ, ഐസോപ്രീൻ ആണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ശരിയായത് ഏതാണ്? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു, യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ്, 74ാമത്തത്, സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, 98.6 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. 75ാമത് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു, ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. അപ്പോൾ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഏണസ്റ്റ് റുദർഫോർഡ്. 76ാമത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ശരി വരുന്നത്. ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ആണ് ശരി. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. 77ാമത് ക്വസ്റ്റ്യൻ, ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ്, പാർശ്വിക വിപര്യം. 78ാമത് ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജൂൾ. 79ാമത് ക്വസ്റ്റ്യൻ, വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. 80ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ഉത്പാദനം. അടുത്തത് മുതൽ മാത്സ് ആണ്, ജസ്റ്റ് ആൻസർ പറഞ്ഞു പോവാം. ഓക്കെ. 81ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 82ാമത്തത് ഓപ്ഷൻ എ, 30 ആണ്. 83 ഓപ്ഷൻ ബി ആണ്. 84 ഓപ്ഷൻ എ ആണ്, കിഴക്ക്. 85ാമത്തത് ഓപ്ഷൻ സി, റൂട്ട് 73. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ എ ആണ്, 8.25. 87ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്, 5/6. 88ാമത് ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ ബി ആണ്, 13. 89ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷൻ എ, 101.
തൊണ്ണൂറാമത് ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ എ ആണ് 24 സെക്കൻഡ്. 91ൻ്റെത് ഓപ്ഷൻ ബി ആണ് YLLP. 92ൻ്റെത് ഓപ്ഷൻ ബി ആണ് 17. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ സി ആണ് 2 മണിക്കൂർ 30 മിനിറ്റ്. 94ാമത്തെ ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ എ ആണ് 12. 95ാമത് ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ ഡി ആണ് 125. 96ാമത്തതിൻ്റെത് ഓപ്ഷൻ ബി ആണ് 2/3. 97ാമത് ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ എ ആണ് ഓരോ ആപ്പിളിനും അയാൾക്ക് 0.83 രൂപ ലാഭം കിട്ടുന്നു. 98ാമത് ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ സി ആണ് 51.25 കിലോഗ്രാം. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ സി ആണ് 60. 100ാമത് ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ ബി ആണ് 7. അപ്പോൾ എല്ലാവരും ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്മാച്ച് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണുമ്പോഴേക്കും ബൈ.